ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വളയഞ്ചാൽ അങ്കണവാടിക്ക് വീണ്ടും അംഗീകാരം. വളയഞ്ചാലിൽ പ്രവർത്തിക്കുന്ന 51 നമ്പർ അങ്കണവാടിക്കാണ് അംഗീകാരം തേടിയെത്തിയത്. 2017-18 വർഷം ഈ അങ്കണവാടിയിലെ വർക്കറായ ശിശിത PS-ന് സംസ്ഥാനത്തെ ബെസ്റ്റ് അങ്കണവാടി വർക്കർക്കുള്ള അവാർഡ് ലഭിച്ചതിന് പിന്നാലെ ഈ വർഷം മികച്ച ഹെൽപ്പർക്കുള്ള അവാർഡും ലഭിച്ചു. ഈ അങ്കണവാടിയിലെ ഹെൽപ്പറായ M. മഹിജക്കാണ് പുരസ്കാരം. അങ്കണവാടി പ്രവർത്തനങ്ങൾ നമ്മൾ സാർമാരുടെ നിർദ്ദേശിച്ച രീതിയിൽ തന്നെ നടത്തിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാ കുട്ടികളും തന്നെ സ്ഥിരമായിട്ട് വരുന്നതാണ്. നല്ല രീതിയിൽ തന്നെ അങ്കണവാടി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. കറക്റ്റ് 9:30 മുന്നേ വന്ന് തുറന്ന് വൈകുന്നേരം 3:45 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ കൂട്ടിയിട്ട് പോകുന്നത് എനിക്ക് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് കിട്ടിയതിൽ എനിക്ക് സന്തോഷമായി. ഇത്രയും കുട്ടികളുള്ളൊരു സെൻറ്ററിൽ ടീച്ചറായാലും നല്ല രീതിക്ക് തന്നെ പ്രവർത്തിക്കുന്നൊരു ടീച്ചറാണ്. ST മേഖലയും കൂടി ആയതുകൊണ്ട് നല്ല രീതിക്ക് നല്ല ഇതിൽ തന്നെ പഠിക്കാൻ പറ്റി. ജില്ലാടിസ്ഥാനത്തിൽ 2 ഹെൽപ്പർമാരെയും 2 വർക്കർമാരെയുമാണ് അംഗീകാരത്തിനായി സംസ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. കണ്ണൂർ ജില്ലയിലെ 2 ഹെൽപ്പർമാരിൽ ഒരാളായാണ് മഹിജിയെ തെരഞ്ഞെടുത്തത്. പുനരധിവാസ മേഖലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന അംഗൻവാടിയാണ് 51 നമ്പർ വളയഞ്ചാൽ അംഗൻവാടി. പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്ക് നിഷ്കർഷിച്ചിട്ട് ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കറക്റ്റ് നമ്മൾ 9:00 തന്നെ അംഗൻവാടി തുറക്കുന്നു. അതുപോലെ തന്നെ 3:30 വരെയാണ് നമ്മുടെ പ്രവൃത്തി സമയം. അതിനുശേഷം 3:30 to 4:30 വരെ നമുക്ക് ഭവന സന്ദർശനമാണ്. പിന്നെ കുട്ടികളുടെ നമുക്കറിയാം ഇപ്പം ഭക്ഷണ മെനു ഒക്കെ മാറ്റി മെനു പ്രകാരമുള്ള കേരളത്തിലെല്ലാ അംഗൻവാടികളിലും ഒരേ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ രീതിയിൽ ഫുഡിൻ്റെ കാര്യത്തിലും പിന്നെ കുട്ടികളുടെ കൃത്യമായിട്ട് നമ്മൾ വളർച്ചാ നിരീക്ഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നു. അംഗൻവാടി പ്രവർത്തനങ്ങൾ 22 കുട്ടികളാണ് പ്രീ സ്കൂൾ കുട്ടികളുള്ളത്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട്. അതുപോലെ പ്രവർത്തന സമയം നമ്മൾ കൃത്യമായി പാലിക്കുന്നു. ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ ശുചിത്വ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പ്രീ സ്കൂൾ പഠനത്തിലും കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികളാണ്. ആദിവാസി മേഖലയിൽപ്പെട്ടതാണ് എങ്കിലും കുഞ്ഞുങ്ങൾ കൃത്യമായി അംഗൻവാടിയിൽ വരികയും ശുചിത്വ കാര്യങ്ങളും അതുപോലെ തന്നെ പഠന കാര്യത്തിലൊക്കെ മികവ് പുലർത്തുന്നുണ്ട്. നമ്മുടെ കലോത്സവം പോലുള്ള പരിപാടികളിലൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ പങ്കെടുപ്പിക്കാറുണ്ട്. അതേപോലെ കുട്ടികളുടെ മാത്രമല്ല ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ ഇവരുടെ ഫുഡ് അതുപോലെ അവരുടെ വളർച്ച ഹൈറ്റ് വെയിറ്റ് ആയിട്ട് നോക്കുന്നു. മാസത്തിൽ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ് അതുപോലെ തന്നെ NCD ക്ലിനിക്ക് എല്ലാ അംഗൻവാടിയും സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ അംഗൻവാടികളിലെയും പോലെ തന്നെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നിറയെ കുട്ടികളും അർപ്പണബോധമുള്ള വർക്കറും ഹെൽപ്പർമാരും, അതാണ് ഈ അംഗൻവാടിയുടെ പ്രത്യേകത. ബെസ്റ്റ് അംഗൻവാടി വർക്കർക്ക് പിന്നാലെ ഹെൽപ്പർക്കും അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വളയഞ്ചാലിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിക്ക്. 2017-18 വർഷത്തിൽ മികച്ച ഏറ്റവും നല്ല അംഗൻവാടി ടീച്ചർ എന്ന ബഹുമതി ലഭിച്ച ഒരു അംഗൻവാടിയാണ് ഈ അംഗൻവാടി. അതിന് പിന്നാലെയാണ് ഇവിടുത്തെ ഹെൽപ്പർക്കും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു അവാർഡ്, മികച്ച ഹെൽപ്പർ എന്നുള്ളൊരു അവാർഡ്, ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്. ജില്ലയിൽ നിന്ന് 2 പേരെ വീതമാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. അതിലൊന്ന് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്തെ പുനരധിവാസ മേഖലയിലെ നന്നായി പ്രവർത്തിക്കുന്ന ഈ അംഗൻവാടിക്ക് ടീച്ചർക്കും അതിന് പിന്നാലെ ഹെൽപ്പർക്കും ബഹുമതി ലഭിച്ചത്, അവാർഡ് ലഭിച്ചതിന് അഭിമാനിക്കുക തന്നെ വേണം. കാരണം ആ നിലയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ അംഗൻവാടിയിലെ ടീച്ചർക്കും ഹെൽപ്പർക്കും പല തവണകളിലായി ബഹുമതി ലഭിച്ചത്. അവരെ നമുക്ക് അഭിനന്ദിക്കാം. ആറളം ഫാം വളയഞ്ചാൽ അംഗൻവാടിയിൽ നിന്നും KB ഉത്തമൻ. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.